റൂട്ട്സ് ഓഫ് ഗ്രാമറിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കുന്നത് ക്വസ്റ്റ്യൻ ടാഗാണ്. ക്വസ്റ്റ്യൻ ടാഗ് നമ്മൾ പഠിക്കുമ്പോൾ ആദ്യം മനസ്സിലാക്കേണ്ടത് നമുക്ക് തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റ് പോസിറ്റീവാണോ നെഗറ്റീവാണോ എന്ന് നോക്കണം. അതായത് നോട്ടുള്ളതാണോ അതോ നോട്ടില്ലാത്ത പോസിറ്റീവ് സെൻറ്റൻസ് അങ്ങനെയാണോ എന്ന് നോക്കണം. അപ്പോൾ പോസിറ്റീവ് സ്റ്റേറ്റ്മെൻറ്റ് തന്നിരിക്കുന്നത് നമ്മൾ ആൻസർ നെഗറ്റീവ് ടാഗായിട്ട് മാറ്റണം. അതുപോലെ നെഗറ്റീവ് സ്റ്റേറ്റ്മെൻറ്റ് തന്നിരിക്കുന്നതിൽ നമ്മളതിനെ പോസിറ്റീവായിട്ട് മാറ്റണം. നോട്ടുണ്ടെങ്കിൽ നോട്ട് എടുത്ത് മാറ്റുക, നോട്ടില്ലെങ്കിൽ നോട്ട് ചേർക്കുക, അതാണ് ഉദ്ദേശിക്കുന്നത്. അതുപോലെ നമ്മൾ ആൻസർ എഴുതുമ്പോഴത്തേന് ആദ്യമേ അതിലൊരു ഓക്സിലറി വെർബ് കണ്ടെത്തണം. ഓക്സിലറി വെർബ് കൊണ്ടാണ് നമ്മൾ ക്വസ്റ്റ്യൻ ടാഗ് ഉണ്ടാക്കുന്നത്. ഓക്സിലറി വെർബ് അതിൻ്റെ അകത്ത് സബ്ജക്റ്റ്, പിന്നെ ക്വസ്റ്റ്യൻ മാർക്ക് വിടുക. അപ്പോൾ ആ ഓക്സിലറി വെർബ് ഇല്ല, മെയിൻ വെർബ് മാത്രമാണെങ്കിൽ അതിൽ നിന്ന് നമ്മൾ ഓക്സിലറി വെർബ് ഏതാണെന്ന് കണ്ടുപിടിക്കണം. അപ്പോൾ ആദ്യം നമ്മൾ ഒരു സെൻറ്റൻസ് പറയുകയാണെങ്കിൽ ഐ ആം എ ടീച്ചർ എന്നുള്ളത് നമ്മൾ നോക്കുമ്പോഴത്തേനും പോസിറ്റീവ് സ്റ്റേറ്റ്മെൻറ്റാണ്, അതായത് നോട്ടില്ല. അപ്പോൾ ആമാണ് അവിടെ ഓക്സിലറി വെർബ്. ആമിൻ്റെ കൂടെ നമ്മൾ നോട്ടെടുത്ത് ടാഗാക്കുമ്പോൾ ഒരിക്കലും ആമിൻ്റെ എന്ന് പറയാറില്ല. അതായത് ആമിൻ്റെ ഐ എന്ന്, അതാണ് ക്വസ്റ്റ്യൻ ടാഗ്. ആമിൻ്റെ ഐ എന്ന് പറയില്ല. അതിൻ്റെ ആൻസർ വരുന്നത് ആറിൻ്റെ ഐ ആണ്, ആറിൻ്റെ ഐ. അതേസമയം ഐ ആം നോട്ട് എ ടീച്ചർ അങ്ങനെയാണെങ്കിൽ അതിൻ്റെ അകത്ത് നോട്ടുണ്ട്, അത് നെഗറ്റീവ് സെൻറ്റൻസാണ്. അത് നമ്മൾ ടാഗ് ഉണ്ടാക്കുമ്പോൾ നോട്ടെടുത്ത് മാറ്റുന്നു. അപ്പോൾ നമ്മളവിടെ നോട്ട് ചേർക്കുകയല്ല, അപ്പോൾ ആമയായിട്ട് വരും. ഇനി നമ്മൾ ഓക്സിലറി വെർബിലെ മറ്റ് 2 ഓക്സിലറി വെർബിൻ്റെ കാര്യം പറഞ്ഞാൽ, ഇപ്പം നീഡ്, ഡെയർ ഇതൊക്കെ പറയുകയാണെങ്കിൽ, അങ്ങനെ വരുന്ന സെൻറ്റൻസ് ആണെങ്കിൽ നീഡും ഡെയറും ഒക്കെ ഫുൾ വെർബായിട്ടാണ് എടുക്കുന്നത്. അപ്പോൾ അവിടെ ഡു ആയിട്ട് വരും. അതായത് നമ്മളൊരു എക്സാമ്പിൾ പറയും, യു നീഡ് ടു കം ഏർലിയർ. അതിൻ്റെ ആൻസർ വരുന്നത് ഡോണ്ട് യു എന്നാണ്. കാരണം അവിടെ നീഡെന്ന് പറയുന്നത് മെയിൻ വെർബായിട്ട്, അതിൻ്റെ മീനിങ് ആവശ്യം എന്നുള്ളത് വരുന്നതുകൊണ്ട് നീഡിനെ അവിടെ മെയിൻ വെർബിലെ ഫുൾ വെർബായിട്ട് എടുക്കുക. അപ്പോൾ അതിൻ്റെ ആൻസർ ഡോണ്ട് യു. ഇനി മറ്റൊന്ന് ഐ ഡെയർ നോട്ട് ഗോ ദെയർ. അപ്പോൾ ഐ ഡെയർ നോട്ട് ഗോ ദെയർ, അവിടെ ഡെയർ എന്ന് പറയുന്ന ഓക്സിലറി വെർബാണെങ്കിൽ പോലും ഇവിടെ മീനിങ് വരുന്നത് ഫുൾ വെർബിൻ്റെ മീനിങ്ങാണ്, ധൈര്യം എന്നുള്ള മീനിങ് വരുന്നു. അപ്പോൾ അതും ഡോണ്ടാണ് വരുന്നത്. അപ്പോൾ അവിടെ ഡെയർ നോട്ട് എന്നുള്ളത് നെഗറ്റീവ് സെൻറ്റൻസ് ആയതുകൊണ്ട് ടാഗ് വരുമ്പോഴത്തേനും ഡു ആയി. നീഡിനും അതുപോലെ ഡെയറിനും അപ്പോൾ അങ്ങനെ ഒരു പ്രത്യേകതയുണ്ട് ഈ ടാഗ് ഉണ്ടാക്കുമ്പോൾ. ഇനി നമുക്ക് ഒരു ഇമ്പരേറ്റീവ് സെൻറ്റൻസ്, അതായത് റിക്വസ്റ്റൊക്കെ ആണെങ്കിൽ, റിക്വസ്റ്റോ അല്ലെങ്കിൽ കമാൻഡോ അങ്ങനെയൊക്കെ ആണെങ്കിൽ, ഇപ്പോൾ കം ഹിയർ അങ്ങനെ ഒരു സെൻറ്റൻസാണ്. അത് കം ഹിയർ എന്ന് പറയുമ്പോൾ ഇമ്പരേറ്റീവ് സെൻറ്റൻസ്. ഇങ്ങനെയുള്ള സെൻറ്റൻസ് വരുമ്പോഴത്തേനും ആൻസർ എപ്പോഴും വരുന്നത് വിൽ യു അല്ലെ ഷാൽ യു അങ്ങനെയാണ് വരുന്നത്. ഇനി നെക്സ്റ്റ് മറ്റൊരെണ്ണം, ലെറ്റസ് ഗോ ഫോർ എ വോക്ക്. ഇവിടെ ലെറ്റ് അസ്, അവിടെ വി ആണ്, ഷാൽ വി എന്നുള്ള മീനിങ് ആണ് വരുന്നത്. അപ്പോൾ അതിൻ്റെ ടാഗ് എന്ന് പറയുന്നത് ഷാൽ വി ആണ്, ലെറ്റസ്. ഇനി ലെറ്റ് മീ എന്നാണെങ്കിൽ ഷാൽ ഐ, ലെറ്റ് ഹിം എന്നാണെങ്കിൽ വില്ല ഹീന്നോ അല്ലെങ്കിൽ ഷാൽ ഹീന്നോ അങ്ങനെ ആ അർത്ഥത്തിൽ വരും. ഇനി നമുക്ക് എടുത്ത് പറയേണ്ട ടാഗിൽ പ്രത്യേകമായിട്ട് ഓക്സിലറി വെർബിനെ പറ്റി പറയുകയാണെങ്കിൽ, മെയിൻ വെർബ് അല്ലെങ്കിൽ ഫുൾ വെർബ് വരുവാണ്, അതായത് ഓക്സിലറി വെർബ് ഇല്ല, അങ്ങനെ ഒരു സെൻറ്റൻസാണ് എങ്കിൽ, ഇപ്പോൾ ഐ ഗോ ടു ഹോസ്പിറ്റൽ, അവിടെ മെയിൻ വെർബ് എന്ന് പറയുന്നത് ഗോയാണ്. അപ്പോൾ അവിടെ ഓക്സിലറി വെർബ് നമ്മൾ കാണുന്നില്ല. അപ്പോൾ ആ ഗോയിലുണ്ട് ഓക്സിലറി വെർബ്. ഗോ എന്ന് പറയുന്നത് സിമ്പിൾ പ്രസൻ്റാണ്, അതുപോലെ അത് ബേസ് ഫോമാണ്. അപ്പോൾ അതിൻ്റെ അകത്ത് ഡു ഉണ്ട്, അതായത് ഡു പ്ലസ് ഗോ
എന്ന് പറയുന്നത് ഗോയാണ്. അപ്പോൾ ആ ഒരു മെയിൻ വെർബിൽ, അതായത് പ്രസൻറ്റ് ടെൻസുമാണ്, അത് ബേസ് ഫോമും ആണെങ്കിൽ അതിൽ ഡു ഉണ്ട്. അപ്പോൾ ഡു പ്ലസ് ഗോ ഈസ് ഈക്വൽ ടു ഗോ. ഇനി ഗോസ് ആണെന്ന് വിചാരിക്കുക. ഗോസ് ആണെങ്കിൽ അതിൽ ഡസ് ഉണ്ട്. അപ്പോൾ ഡസ് പ്ലസ് ഗോ ഈസ് ഈക്വൽ ടു ഗോസ് ആണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അതിൽ നിന്ന് നമ്മൾ ആ മെയിൻ വെർബിൽ നിന്ന് ഓക്സിലറി വെർബ് എടുക്കുകയാണ്. ഇനി വരുന്നത് ഡിഡ് പ്ലസ് ഗോ ഈസ് ഈക്വൽ ടു വെൻ്റാണ്. അതായത് വെൻ്റാണ് തന്നിരിക്കുന്നതെങ്കിൽ അതിൻ്റെ അകത്ത് ഡിഡ് എന്ന് പറയുന്ന ഓക്സിലറി വെർബുണ്ട്. അപ്പോൾ നമ്മൾ ഇങ്ങനെ ഇത് മനസ്സിലാക്കി വെച്ചാൽ ഓരോ മെയിൻ വെർബിലും ഒന്നെങ്കിൽ ഡു കാണും, അല്ലെ ഡസ് കാണും, അല്ലെ ഡിഡ് കാണും. ഇത് മനസ്സിലാക്കി വെച്ചാൽ നമുക്കതനുസരിച്ച് ആൻസർ, അതായത് ക്വസ്റ്റ്യൻ ടാഗ് ചെയ്യാൻ പറ്റും. ഇനി ഒരു എക്സാമ്പിൾ, യു ഹാവ് എ സ്കൂട്ടർ. യു ഹാവ് എ സ്കൂട്ടർ, അതിൻ്റെ ടാഗ് എന്ന് പറയുന്നത് ഹാവിൻ്റെ യു ആണ്. അതായത് ഹാവ് നോട്ട് ചേർക്ക് ഹാവിൻ്റെ യു ആണ്. ഇനി വേറൊന്ന്, മേരി ഹാസിൻ്റെ ഹൗസ് ഓ ഹെർ ഓൺ. അവിടെ നെഗറ്റീവാണ്. അപ്പോൾ ഹാസിൻ്റെ ആണ് വന്നിരിക്കുന്നത്, അതായത് നെഗറ്റീവാണ് വന്നിരിക്കുന്നത്, ഹാസാണ്. ഇനി അപ്പോൾ അത് നമ്മൾ നോട്ട് മാറ്റി ഹാസ് വരും. ഇനി അതിൻ്റെ മേരി എന്ന് പറയുന്ന ആ സബ്ജക്റ്റ്, അത് പ്രൊനൗണായിട്ടല്ല കിടക്കുന്നത്. അപ്പോൾ മേരി ഷീ ആണ്. ഷീ ആയതുകൊണ്ട് ഹാസ് ഷീ എന്ന് വരും. അപ്പോൾ അത് ശ്രദ്ധിക്കുക, പ്രൊനൗണാണ് നമ്മൾ ടാഗിൽ ഉപയോഗിക്കേണ്ടത്. ഇനി മറ്റൊരു എക്സാമ്പിൾ, യു നോ ഹെർ വെൽ. യു നോ, KNOW, ഹെർ വെൽ. അപ്പോൾ അത് നമുക്ക് മനസ്സിലാവും. നോ എന്ന് പറയുന്നത്, അതായത് മെയിൻ വെർബ്. മെയിൻ വെർബിൽ എന്താണ്, ബേസ് ഫോമാണത്. അപ്പോൾ അത് ഡു ഉണ്ട്. അപ്പോൾ ആ ഡു എടുക്കുക. നെഗറ്റീവ് സെൻറ്റൻസ് അല്ല, പോസിറ്റീവാണ്. അപ്പോൾ നമ്മൾ നെഗറ്റീവ് ആക്കുക. അപ്പോൾ ഡോണ്ട് യു, അങ്ങനെ വരും. ഇനി മറ്റൊരു എക്സാമ്പിൾ, ലെറ്റസ് ഗോ ഫോർ എ വോക്ക്. നമ്മൾ നേരത്തെ ഒന്ന് പറഞ്ഞായിരുന്നു ലെറ്റ് അസ്, അതുകൊണ്ട് ഷാൽ വി വരും. ഇനി വേറൊന്ന്, ഷീ ലവ്സ് മ്യൂസിക്. ഷീ ലവ്സ് മ്യൂസിക്. ലവ്സ് എസ് ഫോമാണ്, അതുകൊണ്ട് അതിൻ്റെ അകത്ത് ഡസ് ഉണ്ട്. അപ്പോൾ ഡസിൻ്റെ നെഗറ്റീവ് ആക്കുക, ഡസിൻ്റെ ഷീ. ഇനി നൺ കെയിം ലേറ്റ്. അതിൽ നോക്കി, കെയിമാണ് മെയിൻ വെർബ്. മെയിൻ വെർബ് കെയിം, അതായത് കമ്മിൻ്റെ പാസ്റ്റ് ടെൻസ്. അപ്പോൾ അത് നമുക്ക് മനസ്സിലാക്കാം, പാസ്റ്റ് ടെൻസ് വന്നപ്പോഴത്തേനും അത് ഡിഡാണ്. അപ്പോൾ അതിൽ ഡിഡുണ്ട്. ഇനി അത് നെഗറ്റീവ് സെൻറ്റൻസ് ആണ്, കാരണം നൺ എന്ന് പറയുന്ന നെഗറ്റീവ് വേർഡ് ഉള്ളതുകൊണ്ട് അത് നെഗറ്റീവ് സെൻറ്റൻസ് ആണ്. അപ്പോൾ നമ്മൾ പോസിറ്റീവായിട്ട് എഴുതുക. ഇനി ആൻസർ വരുമ്പോഴത്തേന് ഡിഡ് ദേ, അങ്ങനെ വരും. ഡിഡ് ദേ. അതായത് അവിടെ നമുക്ക് മനസ്സിലാക്കേണ്ട കാര്യം, ഈ നണ്ണ്, അതുപോലെ എവരിവൺ, എവരിബഡി, സംവൺ, സംബഡി, നോ വൺ, നോബഡി, ഇങ്ങനെയുള്ള പ്രൊനൗൺ വരുവാണെങ്കിൽ നമ്മളത് ആൻസർ ക്വസ്റ്റ്യൻ ടാഗിലേക്ക് എഴുതുമ്പോഴത്തേനും അതിൻ്റെ പ്രൊനൗൺ, അതായത് ടാഗിൽ ദേ ആയിട്ട് മാറും. അപ്പോൾ അത് നമ്മൾ ശ്രദ്ധിക്കണം. അതിൽ കുറച്ച്, അതായത് നോ വണ്ണും നണ്ണും അതെല്ലാം നോബഡിയൊക്കെ നെഗറ്റീവ് സെൻറ്റൻസിൽ വരുന്നതാണ്. അതും ശ്രദ്ധിച്ച് വേണം നമ്മൾ ടാഗ് ഉണ്ടാക്കാൻ. ഇനി മറ്റൊരു എക്സാമ്പിൾ, ലെറ്റ് മീ ഹെൽപ്പ് യു. ലെറ്റ് മീ ഹെൽപ്പ് യു. ഇപ്പോൾ ലെറ്റ് വരുമ്പോൾ നമ്മൾ ഓർക്കുന്ന ഷാലാണ്. മീ ആയതുകൊണ്ട് ഐ വന്നു. അപ്പോൾ ഷാൽ ഐ, അങ്ങനെ. ഇനി വേറൊന്നുകൂടെ പറയാം, ദേ ഫിനിഷ്ഡ് ദി വർക്ക്. അത് ഫിനിഷ്ഡ് ആണ് മെയിൻ വെർബ്. ആ മെയിൻ വെർബിൽ, അതായത് അത് പാസ്റ്റ് ടെൻസ് ആണ്, അതിൽ ഡിഡ് ഉണ്ട്. അപ്പോൾ പാസ്റ്റിൽ എപ്പോഴും ഡിഡ് ഉണ്ടായിരിക്കും. അപ്പോൾ ഓക്സിലറി വെർബ് ഡിഡ് എടുത്തു. ഇനി പോസിറ്റീവാണ്, നെഗറ്റീവ് ആക്കുക. അപ്പോൾ ഡിഡിൻ്റെ ദേ. ഇപ്പോൾ ക്വസ്റ്റ്യൻ ടാഗ് ഏകദേശം നമ്മൾ പഠിച്ചു. ഇനി ബാക്കി അടുത്ത ക്ലാസ്സിൽ.